പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് be filled in the Holy Spirit. സർവശക്തനായ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നാട്ടെ. Keep speaking to the Father God. കവലശേന്തൽ ബറാകതന ചുടബലലഗ ശന്തലബ. ഇന്ന് രാത്രി നമ്മൾ ഏതോ ഒരു ഹാളിലല്ല ഇരിക്കുന്നത്. Tonight we are not seated in a hall. മൂടപ്പെട്ട ദൈവ മഹത്വത്തിനകത്ത്, ദൈവ തേജസ്സിനകത്ത്, ഗ്ലോറിക്കകത്ത് സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നമ്മളെ നിർത്തിയിരിക്കുകയാണ്. God has placed us in a place of glory, has covered us with his glory. Thank you, Jesus. ഈ ഇവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടോണ്ടിരിക്കല്ലേ. Do not stand here looking at the things over here. കാണാൻ കഴിയും, വിശ്വസിക്കുന്നവർക്ക് കാണാൻ കഴിയും. വാസ്തവമായും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ മഹിമ, തേജസ് വിശ്വസിക്കുന്നവർക്ക് കാണാൻ കഴിയും. Those who believe, they can see the glory that is covering this place. അതിനകത്ത് നിൽക്കുന്നവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, വെറുതെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. Those who stand in this presence cannot stand quietly. കരങ്ങൾ ഉയർത്തി പിതാവിനെ സ്തുതിക്കുക. Lift your hands and praise the Lord. ജീവനുള്ള ദൈവത്തിന് നന്ദി പറ. Give thanks to the Almighty God. ജീവമനമോലിയാൻ ഖരവോഷിയാൻ ധലരബബബബബ ലേനിയാൻ ധരരമോ ഓവനലമേശരിയാൻ ധൽ ഖരവോഷിയാൻ ധലരമമമമമമ യേശുവേ ശബ്ദമുയർത്തി യേശുവേ യേശുവേ Jesus യേശുവേ Jesus ഗമനലമോഷിയദരരരേ Jesus Jesus കരങ്ങൾ പിതാവിന്റെ സന്നിധിയിൽ ഉയർന്നിൽക്കട്ടെ. Lift your hands in the presence of the Father. ഞങ്ങളുടെ കർത്താവേ, Our Father, ഓഹോ ഞങ്ങളുടെ ഡാഡി, our Father. Thank you, Jesus. ഇതെത്രയോ വലിയ കൃപയാണ് പിതാവേ. What a big grace this is, Father. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. We praise you. Thank you, Jesus. ഞങ്ങളോട് ഇത്രയേ ഇഷ്ടമുള്ള കരുതലുള്ള ഒരു നല്ല പിതാവ്, A Father who loves us and cares for us so much. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഡാഡി. We praise you, Father. യേശുവേ, ഞങ്ങൾ ഞങ്ങളുടെ വഴിയല്ല, Jesus, it is not our own way. ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിന്റെ വഴി മാത്രമായിരിക്കട്ടെ. Let us be only in the way of our Lord Jesus. ഞങ്ങൾ ഞങ്ങളുടെ ഹിതമല്ല പിതാവേ, Not our desire and will, Father. ഞങ്ങൾ അവിടുത്തെ ഹിതം മാത്രമായിരിക്കട്ടെ. Let us be under your will, Father. ഓ ശിലാറ ഖൗല ബബ 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 So ഹെബനേൻചു നഹയവമാൽ ഖറൂഷിയാന്തല ബബ ബബ ബബ. ഇതങ്ങളുടെ വലിയ കരുണ, this great mercy. പുതിയ വർഷത്തിന്റെ തുടക്ക സമയം തന്നെ, തുടക്ക ദിവസങ്ങളിൽ തന്നെ, In the beginning years of this new year itself, ഞങ്ങൾക്ക് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ with prayer and fasting,
ഞങ്ങളുടെ പിതാവിൻ്റെ കൂടെ പിതാവിനോട് ചേർന്ന് വസിപ്പാൻ ദൈവം കൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. Thank you for the grace, Father, for allowing us to praise and worship in your presence. അങ്ങയുടെ ശബ്ദമാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. It is your voice that we want to hear. തുടർമാനമായി ഓരോ സെക്കൻഡിലും പരിശുദ്ധന്റെ ശബ്ദം ഞങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കണം. We want to keep on hearing your voice, Father, in the next moments. അങ്ങയുടെ പ്രസൻസ് ഇല്ലാത്ത ഒരു സെക്കൻഡ് പോലും ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ അനുവദിക്കരുത് കർത്താവേ. Father, do not allow even a second that we don't enjoy your presence, Father. അങ്ങയുടെ മുഴുവൻ പ്രസൻസിൽ ഞങ്ങൾക്ക് ജീവിക്കണം. We want to live in your presence, Father. കർത്താവിന്റെ എല്ലാ വിശ്വസ്തതകൾക്കായി നന്ദി പറയുന്നു. We thank you for all your faithfulness, Father. ഈ ഹാളിൽ വന്നിരിക്കുന്ന അങ്ങയുടെ ജനത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. Praise God for all the people who are gathered together in this hall. ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന അങ്ങയുടെ ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. Praise God for all the people of God who are watching online. എല്ലായിടങ്ങളിലും അതിശക്തമേറിയ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഇന്ന് രാത്രിയിൽ വീണ്ടും സംഭവിക്കപ്പെടട്ടെ കർത്താവേ. Let the touch of the Holy Spirit happen in every place, Father. ഒരു വലിയ അത്ഭുതത്തിന്റെ ഒരു വലിയ തിരിവിന്റെ രാത്രിയാക്കി ഈ സമയത്തെ സ്വർഗ്ഗത്തിലെ ദൈവം മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. Thank you, Father, that you made this a time of great miracle and turnaround. രണ്ട് കരങ്ങളും ഉയർത്തി വിളിച്ചു പറഞ്ഞാട്ടെ, യേശുവേ ഞങ്ങളെല്ലാം മഹത്വം അങ്ങേക്ക് മാത്രം തരുന്നു. Lift both your hands to heaven and say, God Jesus, we give you all the glory. ശബ്ദമുയർത്തി അത് പറയുക. Lift your voices and say, Jesus, we give you all the glory. വലിയ ശബ്ദത്തോടെ പറയുക. Jesus, we give you all the glory. യേശുവേ ഞങ്ങളെല്ലാം മഹത്വം അങ്ങേക്ക് തരുന്നു. Lord Jesus, we give you all the glory. Thank you, Jesus. വലിയ ദൈവപ്രവൃത്തികൾ അയക്കണം. Send your mighty miracles. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. In Jesus' name, Father. കരങ്ങൾ ഉയർത്തി ആമേൻ എന്ന് പറഞ്ഞാട്ടെ. Lift your hands and shout an amen. എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുക. All of you be seated in his presence. Thank you, Holy Spirit, Jesus. കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I praise God for the people of God who are gathered here. ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for the people who are watching online. ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹം നിങ്ങളെ അറിയിക്കുന്നു. I greet you all in the name of our Lord and Savior Jesus Christ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. I greet you all once again in the name of our Lord and Savior Jesus Christ. ഇത് ദൈവം തന്നിരിക്കുന്ന വലിയ അവസരമാണ്. This is a big opportunity given us to us. കഴിഞ്ഞ ദിവസം പ്രഭാതത്തിൽ നമ്മൾ ഒന്നാം ജനുവരി മാസം 1-ാം തീയതി പ്രഭാതത്തിലാണ് നമ്മൾ ആരാധന കഴിഞ്ഞ് പിരിഞ്ഞത്. We had left each other only after the worship that we had on first morning. വീണ്ടും ഈ ദിവസം വീണ്ടും ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ തന്നിരിക്കുന്നു. The Lord has given us the grace to be again gathered here to praise him. ഞായറാഴ്ച വിശുദ്ധ സഭാരാധനയോടുകൂടിയാണ് ഈ ഉപവാസം തീരുന്നത്. This fasting prayer will be over with Sunday worship. സഭ മുഴുവൻ ഇതിനകത്ത് ജോയിൻ ആയിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise God for all the church who's gathered here. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ശക്തിയോടെ സ്തുതിക്കുക. Lift your hands and give a hallelujah to the Lord. Amen. Hallelujah. Thank you, Jesus. Thank you, Holy Spirit. പുതുവർഷത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് കൈമാറിയ ജീവനുള്ള ദൈവ ശബ്ദത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for the message that he had released to us on the first day. ആ ദൈവ ശബ്ദം കേട്ട എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for all the people of God who have heard that voice. Fellowship with the Holy Spirit. Fellowship with the Holy Spirit. ഒരുപോലെ ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. Say together. Fellowship with the Holy Spirit. Fellowship with the Holy Spirit. പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പ് ദൈവത്തിന്റെ ശബ്ദം പ്രോമിസ് അതാണ്. That is the promise that the Holy Spirit has given us. ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ അതിൽ കാണുന്നു. We'll hear a lot of testimonies about ഞാൻ it. കർത്താവിനെ സ്തുതിക്കുകയാണ്. I praise God for it. കര ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. Raise your hands and give him glory. ഈ മറവിലൂടെ ഒന്ന് കൈയെടുത്ത് വെച്ചു പറ, ഒരിക്കലും ഞാൻ പരാജയപ്പെടുന്നതോ തകരുന്നതോ വീഴുന്നതോ കാണാൻ എൻ്റെ പിതാവിന് ഇഷ്ടമല്ല. Keep your hands over your heart and say, my Father does not like to see me failing or perishing or destroyed. Hallelujah. Hallelujah. ശബ്ദമുയർത്തി hallelujah. Shout hallelujah. Praise God. ഒരു വലിയ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. I'm standing here enjoying the presence of God. ആമേൻ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. Praise God. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ മഹത്വം. Keep on repeating. Praise be to ദൈവത്തിന് God. സ്തുതി, ദൈവത്തിന് ആരാധന, ദൈവത്തിന് ആരാധന. ഓൺലൈൻ കാണുന്നവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് ആരാധന, ദൈവത്തിന് സ്തുതി. Wherever you're seated, keep repeating, praise be to God, worship him and praise be to God. Thank you, Jesus. Hallelujah. Hallelujah. ഞാൻ ചിന്തിക്കുന്നതോ ഞാൻ തയ്യാറാക്കുന്നതോ അല്ല
കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. It is not what I think and what I had prepared that I'm releasing to you. പരിശുദ്ധാത്മാവ് പിടിച്ചിരുത്തി പറഞ്ഞു തന്നു വിടുന്നതാണ്, ദൈവത്തിൻ്റെ ഹൃദയമാണ് സംസാരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. It is what the Holy Spirit has prepared me and made me sit and hear the voice of the Father that I'm releasing to you. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് അനുഗ്രഹമാണെങ്കിലും അത് കറപ്ഷൻ ആണെങ്കിലും തിരുത്തലുകളാണെങ്കിലും എല്ലാം സകലവും അനുഗ്രഹത്തിന് വേണ്ടിയാണ് ദൈവം ചെയ്യുന്നത്. God is doing everything for blessing, whether it's an advice or a correction. ഹല്ലേലൂയ. Hallelujah. നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ ശബ്ദം ശക്തമായിട്ട് നമ്മൾ കേട്ടു. നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നു. Last night we heard the powerful message from the Lord that the Lord is taking us to the key time. ആമേൻ. ആരെങ്കിലും അത് കേട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ രാത്രിയിലെ പുതുവർഷത്തിലെ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ നിർബന്ധമായി നിങ്ങൾ കേൾക്കണം. If any of you have not heard it, I request you that you hear the voice of message that was released on first night. കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. Hallelujah. ചിലതിന് ഒരു ദൈവിക സമയമുണ്ട്. ആ ദൈവിക സമയത്തിന്റെ പ്രാധാന്യം അതിനകത്തേക്ക് കയറ്റുന്ന ദൈവപദ്ധതി, അതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കേൾപ്പിച്ചത്. For some things to happen, there is an appointed time by the Lord for some plans and projects prepared by the Lord. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസമായ ഒരു ദൈവശബ്ദത്തിലേക്ക് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് തോന്നും അതിൽ നിന്ന് വ്യത്യാസമായ ഒരു ദൈവശബ്ദത്തിലേക്കാണല്ലോ ഇന്ന് കയറുന്നതെന്ന്. You will think that we are going to a different message from what we had heard. പക്ഷെ എല്ലാത്തിനും ഒരു വലിയ ദൈവപദ്ധതിയുണ്ട്. But for everything there is a God's plan. ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. Praise the Lord. ആയിരക്കണക്കിന് മെസ്സേജുകൾ എൻ്റെ കയ്യിലുണ്ട്. There are more than 1,000 messages in my hands. ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പകൽ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ During these days when I was praying before the presence of the Lord, ഞാൻ ഭയങ്കരമായ ഒരു ദൈവ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. I'm hearing the Lord's voice. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കും. Everybody keep praising the Lord. ഒന്ന് കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചു. Clap your hands and worship Him. ഒരു നല്ല ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചു. Clap your hands with great strength and might. നന്നായി കരമടിച്ച് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കും. Keep clapping and worship the Lord in tongues. ഒന്ന് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. Keep praising the Lord in tongues. ഞാനിങ്ങനെ ഭയങ്കരമായ ഒരു ദൈവശബ്ദം കേൾക്കുകയാണ്. ശിംശോന്റെ തകർച്ച. I'm hearing the Lord's voice, the fall of Samson. ശിംശോന്റെ പരാജയം. The failure of Samson. ശിംശോന്റെ അധപ്പതനം. The destruction of Samson. ഓ ഹല്ലേലൂയ. Hallelujah. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. Praise the Lord. നല്ല ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞു. Shout a hallelujah. Praise the Lord. ആമേൻ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. Glory be to God. ദൈവത്തിന്റെ മഹത്വം. Glory to God. ശബ്ദമുയർത്തി പറഞ്ഞു ദൈവത്തിന്റെ മഹത്വം. Shout glory and statram. ഹല്ലേലൂയ. Hallelujah. വിശുദ്ധ വേദപുസ്തകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി ആൾക്കാരുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളതൊക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതാണ്. In the Holy Bible there is a lot of things mentioned about many people who are blessed and we have been meditating about it. ഉയർച്ച പ്രാപിച്ച ഒത്തിരി ആളുകളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. We have read about many people who have been lifted up. അതിശക്തമേറിയ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് വർദ്ധിക്കപ്പെട്ട ഒത്തിരി അടയാളങ്ങൾ സാക്ഷ്യങ്ങൾ ഒക്കെ അതിനകത്തുണ്ട്. And there are many testimonies of people who have been blessed in abundance. എന്നാൽ ഒരുപാട് പേരുടെ വീഴ്ചയും ഇതിനകത്തുണ്ട്. And there are many people who have fallen also. കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. Lift your hands and praise the Lord. അനുഗ്രഹിക്കപ്പെട്ടതിനെ കുറിച്ച് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് What has been mentioned in the Bible about people who are blessed? കരം ഉയർത്തി വിളിച്ചു പറ ഞാൻ അനുഗ്രഹിക്കപ്പെടാനാണ്. Raise your hands and say it's for me to be blessed. ഓ ഹല്ലേലൂയ. Hallelujah. വീഴ്ച പറ്റിയ പരാജയം പറ്റിയതിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് What the Holy Bible reveals about the people who have fallen. കരം ഉയർത്തി വിളിച്ചു പറ ഞാൻ പരാജയപ്പെടാതിരിക്കാനാണ്, ഞാൻ വീഴാതിരിക്കാനാണ്. Raise your hands and say it is that I will not fall, I will not be perished. ഓ നന്നായി കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുക. Clap your hands and worship the Lord. അനുഗ്രഹം പറയുന്നത് നീ അനുഗ്രഹിക്കപ്പെടാനാണ്. To say blessing is so that you will be blessed. വീഴ്ചയെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ വീഴാതെ ഇരിക്കാൻ വേണ്ടിയാണ്. If failures have been revealed, it is so that we might not fall. ഓ ഹല്ലേലൂയ. Hallelujah. ശബ്ദമുയർത്തി എന്ന് പറഞ്ഞാട്ടെ ഞാൻ ഒരുപാട് കെയർഫുൾ ആയിട്ടിരിക്കാൻ പോവുകയാണ്. Lift your hands and say I am going to be very careful. Praise the Lord. Thank you Jesus.
ഓ ഹല്ലേലൂയ. Hallelujah. നിങ്ങളെ ഏറ്റവും നല്ല നിലയിൽ, അനുഗ്രഹത്തിൽ, മാന്യതയിൽ, മഹത്വത്തിൽ, വിശുദ്ധിയിൽ, അധികാരത്തിൽ, ദൈവശക്തിയിൽ കൊണ്ടുപോകുന്നത് തന്നെയാണ്, നിങ്ങൾ അങ്ങനെ നടക്കുന്നത് തന്നെയാണ് എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം. അത് തന്നെയാണ് ദൈവത്തിൻ്റെ പദ്ധതി. The Father's will and desire that you be blessed abundantly and you rise abundantly and you are fruitful in all your ways. ഇത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. Those who believe say an amen. നല്ല ജീവനോടെ ആമേൻ പറഞ്ഞാട്ടെ. Shout an amen with life. ഹല്ലേലൂയ. Hallelujah. ഒരു പൈശാചിക ശക്തികൾക്കും ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും ഒരു പൈശാചിക പദ്ധതികൾക്കും നിങ്ങളെ തകർക്കുവാൻ എൻ്റെ ദൈവം അധികാരം കൊടുത്തിട്ടില്ല, അനുവാദം കൊടുത്തിട്ടില്ല. Father God has not given authority to any spirit of darkness or authorities to make you destroyed. ഇത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. Those who believe shout an amen. ഓ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഒരാളെയും തകർത്ത് കളയാൻ എൻ്റെ ദൈവം ഒരു പൈശാചിക ശക്തികൾക്കും കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ടില്ല. Father God has not given any authority or quotation to any evil spirits to destroy you. ഓ ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. Shout an amen. Amen. അതിന്റെ അർത്ഥം ഒരു പൈശാചിക ശക്തികൾക്കും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. It means that no evil powers can destroy us. ഓ ജീസസ്. ഹല്ലേലൂയ. Hallelujah. പക്ഷേ ദൈവം ഒരു കാര്യം വെച്ചിട്ടുണ്ട്. But God has kept one thing. നിനക്ക് നിന്റെ വഴി തിരഞ്ഞെടുക്കാം. You can select your way. ചേർന്ന് ആമേൻ പറ. Say an amen. ഓ ഹല്ലേലൂയ. ഒന്ന് കൈ കൊടുത്തിട്ട് പറ, നിനക്ക് മാത്രമേ നിന്നെ പരാജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. Give hands to one another and say only you can take yourself to failure. Jesus. നീ പോകാതെ നിനക്ക് പരാജയത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. Unless you go, you cannot go into failure. ഓ ഹല്ലേലൂയ. Hallelujah. കരമടിച്ച് കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ. Clap your hands and praise the Lord mightily. നീ പോകാതെ നിനക്ക് വീഴ്ചയിലേക്ക് പോകാൻ പറ്റത്തില്ല. Unless you go, you cannot enter into failure. Praise God. ഈ കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ടു, യേശുവിനെ ദൈവാത്മാവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് മരുഭൂമിയിലേക്ക് നടത്തി. Last night we heard that to tempt Jesus he was led into the wilderness. പക്ഷേ അതിന്റെ ഉത്തരവാദി പരിശുദ്ധാത്മാവാണ്. But the responsibility of that is with the Holy Spirit. എന്താ അതിന്റെ ഫൈനൽ സംഭവിച്ചത്? What happened finally? ഇരട്ടി ശക്തിയിൽ യേശു വീണ്ടും ഗലീലയിലേക്ക് പോവുകയാണ്. Jesus had risen up with double power and come to Galilee. മറ്റേതെല്ലാം ഒന്നും തൊടാൻ പറ്റാതെ പൊളിഞ്ഞ് തകർന്ന് തിരിച്ചു പോവാണ്. Nothing else could touch it and left broken. അപ്പോ പരിശുദ്ധാത്മാവ് പരീക്ഷയിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദി പരിശുദ്ധാത്മാവാണ്. ഒരു കേടും തട്ടാതെ പുറത്തു കൊണ്ടുവരും. So if the Holy Spirit is leading you into temptation or into the wilderness, then he is capable of bringing you out without even a bruise on your face. പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് പരീക്ഷയിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ ആ പരീക്ഷകൾക്കൊന്നും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. If the Holy Spirit is leading you into this temptation and this wilderness, it is to prove that if he is leading you, then nothing can touch you, and is to prove that. ആമേൻ. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുക. Clap your hands and praise the Lord. The fellowship with the Holy Spirit. Fellowship with the Holy Spirit. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു എന്ന് നമ്മൾ അവിടെ വായിച്ചത്. We heard that it is the Holy Spirit who tempted him to lead into the wilderness. അപ്പോൾ ഞാൻ വരുന്നില്ല, I will not come. ഞാൻ ഇങ്ങോട്ട് പോവാണ്. I want to go here. വേണമെങ്കിൽ പോകാം. Maybe he can go. കാരണം രണ്ട് വ്യക്തികളാണ് ഒരേ സമയം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. Because it is two people who are moving at the same time. സ്തോത്രം ചെയ്താട്ടെ. Praise the Lord. അത് നമ്മൾ കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചത്. That's what we heard last night. ഒന്ന് നമ്മള്, One is us. അടുത്ത നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ ആത്മാവ്. The next is the spirit which is over us. ഒന്ന് ജഡമനുഷ്യൻ, One is the flesh man. അടുത്തത് ആത്മമനുഷ്യൻ. The other is the spiritual man. ജഡമനുഷ്യന് തീരുമാനമെടുക്കാം. The flesh man can take decisions. രാവിലെ എഴുന്നേറ്റ് ഒരു പ്ലാനിങ് നടത്താം. And in the morning he can get up and take a plan. അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിക്കാം. He can decide where to go. എന്നാൽ ആത്മമനുഷ്യൻ സംസാരിച്ചു കൊണ്ടിരിക്കും. But the spiritual man keeps on talking. നീ ഇങ്ങോട്ട് പോയാ മതി, You go here നീ only. ഇത് ചെയ്താ മതി, You do this നീ only. ഇത് പറഞ്ഞാ മതി. You say this only. അതാണ് നിങ്ങളുടെ വഴിയെങ്കിൽ, If that is your way, അതാണ് നിങ്ങളുടെ അനുസരണമെങ്കിൽ, if that is your obedience, പരാജയം എന്നൊരു വാക്കിന് അടുത്തുകൂടാൻ പോലും പറ്റത്തില്ല. then failure cannot even touch near you. കരമടിച്ച് കർത്താവിനെ ശക്തിയോടൊന്ന് സ്തുതിച്ചാട്ടെ. Clap your hands and praise the Lord ഓ mightily. ഹല്ലേലൂയ. Hallelujah. ഇത് ആത്മാവിന്റെ ശക്തി കൊണ്ട് നിറയപ്പെട്ട ഒരു മനുഷ്യൻ. A person who is filled with the power of the Holy Spirit. പേര് ശിംശോൻ എന്നാകുന്നു. The name is Samson. ആത്മാവിന്റെ ശക്തി അസാധാരണമായ വലിയ ജയങ്ങളിലൂടെ ശിംശോനെ കൊണ്ടുപോയി.
The power of the Holy Spirit led Samson to many victories. ഓ ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. Say amen. അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. That's a big thing that we like. ശിംശോന്റെ ജയം ഒരുപാട് നമ്മൾ പറഞ്ഞു, പ്രസംഗിച്ചു, കേട്ടു. The victory of Samson we have preached many times and we heard many times. അതെല്ലാം വലിയ സന്തോഷമുള്ള കാര്യമാണ്. Those are things of great happiness. Hallelujah. Hallelujah. കരമുയർത്തി വിളിച്ചു പറ, ശിംശോന്റെ ആത്മാവിലുള്ള ജയത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു, എന്നാൽ ശിംശോന്റെ ജഡത്തിലുള്ള വീഴ്ചയെ ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. Raise your hands and say, the victory that Samson received I receive and I'm happy, but the failures of Samson I reject. ഒരാമേൻ പറ. Say amen. ഇന്ന് രാത്രിയിലത്തെ ഈ ദൈവ ശബ്ദം തകർന്നു പോയ ഒരുപാട് കുടുംബങ്ങളെ പണിഞ്ഞുകൊണ്ട് വരാൻ പോകുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായി അത് ചെയ്യാൻ പോവാ. Tonight's message is going to rebuild the families which are broken, and the Holy Spirit is going to do it. ആ നല്ല ഭർത്താവിനെ ഓർത്ത്, നല്ല ഭാര്യയെ ഓർത്ത് കര ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. Raise your hands and thank God for the good husband and good wife. ഹല്ലേലൂയ. Hallelujah. ഇവിടെ ഫിലിസ്ത്യരുടെ ഇടയിൽ പോയി ഒരു സെലക്ഷൻ നടത്തി. He went into the midst of Philistines and did a selection. ഇന്ന് രാത്രി അതിനെക്കുറിച്ചാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. Tonight the Holy Spirit is speaking about that. പക്ഷെ എങ്കിലും ദൈവം അതിനെ അലൗ ചെയ്തു. But still God allowed it. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. But there was a condition. അവിടെ നിന്ന് ഫിലിസ്ത്യരുടെ ഗ്രൂപ്പിലേക്ക് പോകാനല്ല, അവിടെ നിന്നും അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ്. It was that he should not go into the group of the Philistines, but from the group of Philistines he should bring her here. അങ്ങനെ ന്യായീകരണം നടത്തുന്ന പല വിവാഹങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. I've heard about similar marriages conducted. ആ കല്യാണം ഒന്ന് കഴിയട്ടെ, Let the marriage get over. ഞങ്ങൾ അവനെ കൂടി ഇങ്ങ് കൊണ്ടുവരും, We will bring him in also. ഞങ്ങൾ അവളെ കൂടി ഇങ്ങ് കൊണ്ടുവരും, We will bring her also. അവരും ഇങ്ങ് വരും. They will also come. ഓ സ്വത്രം ചെയ്താട്ടെ. ദൈവം കൃപാലുവാണ്, ദൈവം കരുണാമയനാണ്. God is graceful and ശക്തിയോടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. കരമടിച്ച് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. clap your hands and give him glory. ഹല്ലേലൂയ. Hallelujah. ശബ്ദമുയർത്തി ഹല്ലേലൂയ. Hallelujah. ആമേൻ. പക്ഷെ ഈ മനുഷ്യന്റെ പല ഡിസിഷനുകളും റോങ് ആയി പോയി. But many of the decisions of this person was wrong. ചേർന്ന് രാമേൻ പറഞ്ഞാട്ടെ. Hallelujah. സ്തോത്രം. ശബ്ദമുയർത്തി സ്തോത്രം. അതിന്റെ 8ാമത്തെ വാക്യത്തിൽ കുറെ കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിക്കുവാൻ തിരികെ പോകുമ്പോൾ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. It's mentioned that after a time he returned to take her. ഹല്ലേലൂയ. അതിന്റെ 15ാമത്തെ വാക്യത്തിൽ Verse 15. 7ാം ദിവസത്തിലോ അവർ ശിംശോന്റെ ഭാര്യയോട്, ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം നിന്റെ ഭർത്താവിനെ വശീകരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ പിതൃഭവനത്തെയും തീ വെച്ച് ചുട്ടുകളയും. And it came to pass on the 7th day that they said unto Samson's wife, entice thy husband, that he may declare unto us the riddle, lest we burn thee and thy father's house with fire. ചേർന്ന് ഒരിക്കൽ കൂടുതൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Shout hallelujah. നിങ്ങൾക്ക് മനസ്സിലായോ അത്? Did you understand? ആമേൻ. Amen. എന്ന് വെച്ചാൽ അവളുടെ ആൾക്കാര്, That means her people. അവള് ഫിലിസ്ത്യയാണ്, She's a Philistine. ഫിലിസ്ത്യ സ്ത്രീയാണ്. She's a Philistine. അവളുടെ ആൾക്കാര് Her people. അവളോട് വന്ന് They're coming to her അവളെ കയ്യിലെടുക്കുന്നു. and trying to take her. സ്വത്രം ചെയ്തട്ടെ. Hallelujah. അതുകൊണ്ട് ഭീഷണി അവർ ഉപയോഗിച്ചത്. So they're using a term of rebuke. നീ അവനെ വശീകരിക്കണം, You have to entice him അവന്റെ ഉള്ളിലുള്ള രഹസ്യം പുറത്തെടുക്കണം, and take out the riddle that's in him. എന്നിട്ട് ഞങ്ങൾക്ക് കൊണ്ട് തരണം. And then you need to tell us. അങ്ങനെ ചെയ്തില്ലെങ്കിൽ If you don't do that, നിന്നെയും നിന്റെ പിതൃഭവനത്തെയും തീ വെച്ച് ചുട്ടുകളയും. we will burn thee and thy father's house with ഒരു fire. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. ഒന്ന് പറഞ്ഞ്, വിശ്വസ്തയോടെ നിന്നാൽ You say that if I stand with faith, ആർക്കും തീ വെച്ച് ചുട്ടുകളയാൻ ദൈവം അനുവദിക്കത്തില്ല. no one can touch us with fire. The Lord will not allow it. എന്നാൽ അതിന്റെ പേര് പറഞ്ഞ് But saying that, അങ്ങനെ സംഭവിക്കും എന്ന് വിചാരിച്ച് thinking that it will happen that way, അവിശ്വസ്തത കാട്ടിയാൽ but if you show unbelief, അത് സംഭവിക്കും. it will happen. ആർക്കും ഒന്നും മനസ്സിലായില്ല. People don't understand. ഹല്ലേലൂയ. Hallelujah. അവൾ അവരുടെ ഭീഷണി കേട്ടു, അനുസരിച്ചു. She listened to their rebuke and she obeyed. ഇവന്റെ ഉള്ളിലുള്ളത് മുഴുവൻ അവൾ രഹസ്യത്തെ അപഹരിച്ചെടുത്തു. And she took in, enticed him and took in all the riddles from his heart. അത് കൊടുത്തതല്ല വിഷയം. It is not that she gave him. ചിലക്ക് പിടികിട്ടിയില്ല. Some people don't understand. ശിംശോൻ തന്റെ ഉള്ളിലുള്ളത് മുഴുവൻ തന്റെ ഭാര്യയോട് പറഞ്ഞതല്ല വിഷയം. It is not the question that whether Samson told whatever in his heart to his wife. ആമേൻ. ആർക്കോ ഇത് പ്രയോജനമാകുന്നുണ്ടല്ലോ ഇന്ന് രാത്രിയിൽ. Some person are getting advantage of. പരിശുദ്ധാത്മാവ് ഒത്തിരി പേരോട് സംസാരിക്കുന്നുണ്ടല്ലോ ഇന്ന് രാത്രി. Holy Spirit is speaking to many people tonight. കരമടിച്ച് കർത്താവിനെ ഒന്ന് ശക്തിയോടെ സ്തുതിച്ചാട്ടെ. Clap your hands and worship. ശിംശോന്റെ ഉള്ളിലുള്ളത് മുഴുവൻ നമ്മുടെ ഭാര്യ ഗ്രഹിച്ചതല്ല വിഷയം. The question is not whether Samson
അത് മുഴുവൻ അറിഞ്ഞവൾ അത് ചെന്ന് കുറെ ആൾക്കാരോട് ഷെയർ ചെയ്തതാണ് വിഷയം. The problem was that whatever was in her husband's heart, she went and shared to many people. ഓ, ഇത് മനസ്സിലാകുന്നവർ കര ഉയർത്തിക്കുന്നു, സ്തോത്രം ചെയ്താട്ടെ. Those who understood, raise your hands and praise the Lord. അതിന് അവൾക്കൊരു ന്യായീകരണമുണ്ട്. For that she has an answer. എന്റെ കുലം എനിക്കെതിരാകും, My family will be against എന്റെ ആൾക്കാർ എനിക്കെതിരാകും, me. People will be against me. ഓ എന്റെ നാട്ടുകാർ എനിക്കെതിരാകും, My people will be against me. അവര് ഞങ്ങളെ നശിപ്പിച്ചു കളയും. They will destroy it. ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. Praise the Lord. അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ If she had not done that, ഭീഷണി മാത്രമേ ഉള്ളൂ, ഒന്നും സംഭവിക്കത്തില്ല. only that they would have rebuked her, nothing would have happened. എന്നാൽ അത് ചെയ്തത് കൊണ്ട് But because she did it, അത് സംഭവിച്ചു. ഓ, ചേർന്ന് രാമയം പറഞ്ഞാട്ടെ, ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. hallelujah. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ Verse 6. ഫെലിസ്ത്യർ ചെന്ന് അവളെയും അവളുടെ അപ്പനെയും തീയിലിട്ട് ചുട്ടുകളഞ്ഞു. The Philistines went and burned her and her father's house. ആദ്യം എന്താ അവര് പറഞ്ഞേ? What did they say first? അവന്റെ ഉള്ളിലുള്ളത് അപകരിച്ച് ഞങ്ങൾക്ക് തന്നാൽ അങ്ങനെ ചെയ്യത്തില്ല, അല്ലെങ്കിൽ ചെയ്യും. What they said first is, if you take away whatever is in your husband's heart and tell us, we will do. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവന്റെ ഉള്ളിലുള്ളതെല്ലാം അപകരിച്ചുകൊണ്ട് ഇവള് കൊണ്ട് കൊടുത്തു. So that it will not happen, whatever was in her husband's heart, she learned and she told them. ദൈവത്തിന്റെ കരം മാറിപ്പോയി. But the hand of God moved away. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് മനസ്സിലാകുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Praise God for those who understood. എന്നാൽ ആ ഭീഷണി വരുമ്പോഴും Even when rebuke comes, ഇന്ന് രാത്രിയിൽ ആമേൻ ഒത്തിരി ഇടങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ദൂത് പല കുടുംബങ്ങളുടെ സ്ഥിതികളെ ഇന്ന് രാത്രി തിരിക്കാൻ പോവുകയാണ്. I believe that this message is turning around many people's families. ഓ, കരങ്ങളെ ഉയർത്തി ജീവനുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. Lift your hands and praise the living God. 2025 തുടക്ക സമയം തന്നെ ചില കുടുംബങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല എന്ന് പരിശുദ്ധാത്മാവ് കണ്ടിരിക്കുന്നു. The Holy Spirit has seen that many families, it should not go this way in the beginning of 2020. എവിടെയാണ് വിഷയത്തിന്റെ കാരണം? ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവ് അതിനെ കണ്ടെത്തി അതിനെ മുറിച്ചു കളഞ്ഞ് ചിലരെ വലിയ ജയത്തിലേക്ക്, വലിയ ഉറപ്പിലേക്ക്, വിടുതലിലേക്ക് ഇന്ന് രാത്രി തിരിച്ചോണ്ട് വരാൻ പോവുകയാണ്. നന്നായി കരമടിച്ച് ശബ്ദം ഉയർത്തി കർത്താവിനെ ശക്തിയോടെ സ്തുതിക്ക്. ഓ ഹല്ലേലൂയ. പോരാ കരമടിച്ച് ദൈവത്തെ ശക്തിയോടെ സ്തുതിക്ക്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ, ഒരാളുടെ വാക്കിനും ഒരു വ്യക്തിയുടെ വാക്കിനും ഒരു കുടുംബത്തിന്റെ ആലോചനകൾക്ക് ഒരു ദേശത്തിന്റെ ഭീഷണിക്ക് ഒന്നിന് ദൈവമായുള്ള വിശ്വസ്തതയിൽ, എൻ്റെ കുടുംബത്തോടുള്ള വിശ്വസ്തതയിൽ നിന്ന് എന്നെ മാറ്റാൻ കഴിയത്തില്ല എന്ന് ഇന്ന് രാത്രി കര ഉയർത്തി എന്ന് പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ. ശക്തിയുടെ ആമേൻ പറഞ്ഞാട്ടെ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കുടുംബം ഒരുമിച്ചുണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കരം കോർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ, അത് വെറും കൈകോർക്കുക മാത്രമല്ല, അത് ബന്ധം കൊണ്ട്, ഹൃദയം കൊണ്ട് സകല ഏരിയകളും ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തകർച്ചയ്ക്കും പെർമിഷൻ ഇല്ല. ആമേൻ. കര ഉയർത്തി ശക്തിയോടെ ആമേൻ എന്ന് പറഞ്ഞാട്ടെ. ഇവനെ എന്തൊന്നിനാൽ പിടിച്ചു കെട്ടാൻ പറ്റും? ഇവനെ ഏത് ഏരിയ തകർക്കാൻ പറ്റും? ഓ ഹല്ലേലൂയ. കരമുയർത്തി ഒരു ആമേൻ പറ. ഇവൻ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന മനുഷ്യനാണ്. ഇവനെ ഞങ്ങൾക്ക് ഡയറക്റ്റഡ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ചില സീക്രട്ടുകൾക്കകത്തൂടെ മാത്രമേ ഇവനെ ഒതുക്കാൻ പറ്റത്തുള്ളൂ. അത് അവൻ തന്നെ അലൗ ചെയ്യണം, അത് അവൻ തന്നെ സമ്മതിക്കണം. ഓ, ഇത് മനസ്സിലാകുന്നവർ ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അത് അവൻ തന്നെ പറയണം, അത് അവൻ തന്നെ സമ്മതിക്കണം, അത് അവൻ തന്നെ സ്റ്റെപ്പ് വെക്കണം ആ കുഴിയിലേക്ക്. ഓ ഹല്ലേലൂയ. അവിടെ നിന്നോണ്ട്, ഇതൊരു പ്രവചനമൊന്നുമല്ല, അവിടെ നിന്നോണ്ട് ഒരു ദൈവശബ്ദം, ദൈവത്തിന്റെ ഹിതം കൈമാറാം. ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക. അത് മൂന്നാമതായി ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നത് ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രം കൊണ്ടുവരിക. ഈ മുപ്പിരിച്ചരട് അറ്റുപോകത്തില്ല. മൂന്നാമതായി അതിനകത്ത് ദൈവത്തെ മാത്രം അനുവദിക്കുക.
വേറെ ഒരിടത്തും പോയി ഷെയർ ചെയ്യരുത്. ഒരിടത്തും പോയി അത് പറയരുത്. ഓ, കരമടിച്ച് കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ. അത് ഏറ്റവും വലിയൊരു തന്ത്രമാണ്. ഇന്ന് രാത്രി അങ്ങനത്തെ തന്ത്രങ്ങളിൽ പെട്ട് നിങ്ങൾ പോലും ചിന്തിക്കാത്ത വിഷയങ്ങളിലേക്ക് പ്രശ്നം വഷളായി പോയ ചില ഏരിയകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പൊളിച്ച് ചിലരെ ദൈവകൃപയിലേക്കും അത്ഭുതങ്ങളിലേക്കും ഉറപ്പിലേക്കും നിലനിൽപ്പിലേക്കും മാനസാന്തരത്തിലേക്ക് ഇന്ന് രാത്രി ദൈവാത്മാവ് തിരിച്ചുകൊണ്ട് വരാൻ പോവുകയാണ്. കര ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, സ്വരച്ചേർച്ചകളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ദൈവത്തിനെ പരിഹരിക്കും. ഓ ഹല്ലേലൂയ എന്ന് പറഞ്ഞ ദൈവം തരുന്ന പരിഹാരം മതി. സ്വോത്രം. ഹല്ലേലൂയ. അപ്പൊ വേറെ രീതിയിലൊന്നും അല്ല. ഭർത്താവിന്റെ കാര്യം എടുത്തിട്ട് ഒത്തിരി പേർക്ക് കൊണ്ട് കൊടുത്തു. അവിടെ വിഷയത്തിനകത്തോട്ട് കയറുക. പറഞ്ഞ കാര്യം എന്തുവാ? വിഷയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യുവാണെന്നാ. ഒന്ന് പറഞ്ഞ്, എനിക്ക് എൻ്റെ വഴി വേണ്ട, എനിക്ക് എൻ്റെ തീരുമാനം വേണ്ട, എനിക്ക് എൻ്റെ ഡിസിഷൻ വേണ്ട, എനിക്ക് ദൈവത്തിന്റെ വഴി മതി. ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്തത് അത് ഉണ്ടാകാനിടയായി തീർന്നു. ഇത് ഒരു ഏരിയയെ കുറിച്ച് പറയുന്നെങ്കിലും ഒത്തിരി ഏരിയകളിൽ ഇന്ന് രാത്രിയിൽ ഈ ദൈവശബ്ദം ഒരുപാട് പേരെ തിരുത്തിക്കൊണ്ടിരിക്കുക, കറക്റ്റ് റൂട്ടിലേക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറയും, എനിക്ക് എൻ്റെ തീരുമാനമാകണ്ട, എൻ്റെ ബുദ്ധിയാകണ്ട, എൻ്റെ വഴിയാകണ്ട, എനിക്ക് ദൈവത്തിന്റെ വഴിയായാൽ മതി. ഓ, ചേർന്ന രാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പൊ ശിംശോൻ പിണങ്ങിപ്പോയി. സ്വാഭാവികമാണല്ലോ. സ്വോത്രം. പിണങ്ങി വീട്ടിൽ പോയി, അവരുടെ വീട്ടിൽ പോയി. എനിക്കറിയത്തില്ല എന്താ ദൈവാത്മാവിന്ന് രാത്രി ഇങ്ങനെ ഈ ദൂതിനെ കൊണ്ടുവരുന്നത്. ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ സെലക്ട് ചെയ്ത ദൂതാണെങ്കിൽ ഒരിക്കലും ഈ വർഷത്തിന്റെ ഈ ആദ്യത്തെ ദിവസം ഉപവാസ പാത്രം ഞാനത് പ്രസംഗിക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷെ പരിശുദ്ധാത്മാവ് തരുന്നത് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓ ഹല്ലേലൂയ. കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക്. ആമേൻ. പിണങ്ങിപ്പോയി. ഹല്ലേലൂയ. എത്ര കാലം പോയി പിണങ്ങി മാറി എന്ന് എനിക്കറിയത്തില്ല. സ്വോത്രം. ഇത് ഒരു ഏരിയ തൊട്ട് സംസാരിക്കുന്നെങ്കിലും അതിൽ മാത്രം ഇത് ഒതുങ്ങുന്നില്ല. ഒത്തിരി ഏരിയകൾ ചലിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കും. അപ്പം പിണങ്ങിപ്പോയി. നോ ഇൻഫർമേഷൻ, നോ കോണ്ടാക്ട്, നോ കണക്ഷൻ. ഹല്ലേലൂയ. ഒന്ന് കര ഉയർത്തി വിളിച്ചു പറ, എങ്കിലും ദൈവ പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കണം. ഓ ജീസസ്. ഹല്ലേലൂയ. കുറെ കാലം കഴിഞ്ഞിട്ട് 15 അധ്യായം 1-ാമത്തെ വാക്യം അങ്ങനെ തുടങ്ങുന്നേ. കുറെ കാലം കഴിഞ്ഞിട്ട്. എത്ര വർഷം എത്ര കാലം ഒന്നും അറിയത്തില്ല. കുറെ കാലം. ഈ പുള്ളിക്കാരനെ അതുവരെ ദൈവത്തിന്റെ ആത്മാവ് പല വഴികളിൽ ഉപദേശിച്ച് ദൈവസ്നേഹം കൊണ്ട് നിറച്ച് ഭാര്യയോട് പൊറുക്കാനുള്ള കൃപ കൊടുത്തു, സ്നേഹമുള്ളിൽ കൊടുത്തു. വലിയ സന്തോഷത്തോടെ ഒരു ആടിനെയൊക്കെ ഗിഫ്റ്റായി മേടിച്ചുകൊണ്ട് വീണ്ടും ഭാര്യ എടുത്തോട്ട് വരിക. അതാ കുറെ കാലം കഴിഞ്ഞിട്ട് ഗോതമ്പ് കൊയ്ത്ത് കാലത്ത് ശിംശോൻ ഒരു കോലാട്ടിൻ കുട്ടിയെയും കൊണ്ട് തന്റെ ഭാര്യയെ കാണുവാൻ ചെന്നു. അവിടെ ചെന്നപ്പോ അമ്മായി ഇപ്പൊ സമ്മതിക്കുന്നില്ല. എന്താ റീസൺ? എടാ, നിന്നെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒന്നും ഇത്രയും നാൾ ഇല്ലാത്തത് കൊണ്ട്, നീ കോണ്ടാക്ട് ചെയ്യാത്തത് കൊണ്ട് ഞാൻ വേറെ കല്യാണം കഴിച്ചു കൊടുത്തു. ഓ, ചേർന്ന് രാമയും
പറ. Praise the Lord. Amen. ശബ്ദമുയർത്തി സ്തോത്രം ചെയ്യും. Shout it. ശബ്ദമുയർത്തി സ്തോത്രം ചെയ്യും. ഒന്ന് വിളിച്ചു പറഞ്ഞ, ഞാൻ എന്റെ വഴിയല്ല പിതാവേ, ഞാൻ എന്റെ ഡിസിഷൻ അല്ല, ഞാൻ എന്റെ തീരുമാനമല്ല. ഓ കരമടിച്ച് ശക്തിയോടെ കർത്താവിനെ സ്തുതിക്ക്. ഓ കരമടിച്ച് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. വീണ്ടും പറ, ഞാൻ എന്റെ വഴിയല്ല, ഞാൻ എന്റെ പിതാവിന്റെ വഴിയാണ്. ദൈവത്തിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? ഓ ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ഓരോ തീരുമാനം എടുത്തും കുഴിയിലോട്ട് പോയി വീഴുക. ഓ സ്വോത്ര 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 സ്വോത്ര. അമ്മായിപ്പം പറയാണ് അടുത്തൊരു ന്യായം, നീ കോണ്ടാക്ട് ചെയ്യാതിരുന്നത് കൊണ്ട്, നീ വരാതിരുന്നത് കൊണ്ട്, ഒരു ഇൻഫർമേഷൻ ഇല്ലാതിരുന്നത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നീ വരത്തില്ലെന്ന്. The father-in-law is telling, he's giving the reason that because you did not contact and you were not available for a long time, we thought that you will not come back. ഒരാൾക്ക് എടുത്തുറ, നിനക്ക് തോന്നിയ പോലെ ഓരോന്നങ്ങ് വിചാരിക്കല്ല്. Say to each other that do not think as you please. നീ ഓരോന്ന് വിചാരിച്ചങ്ങ് ചെയ്യരുത്. Do not do things as you please. അത് ദൈവത്തിന്റെ ശബ്ദമല്ല, It is not the voice of God. അത് ദൈവത്തിന്റെ ആലോചനയല്ല. It is not the message of the Lord. കരമുയർത്തി ശക്തിയോടെ രാമേൻ പറഞ്ഞാട്ടെ. Raise your voice and shout an amen. ഓ ഹല്ലേലൂയ. Hallelujah. അവിടെ മുഴുവൻ ഡിസോർഡർ ആകാൻ തുടങ്ങി. It started to get disorder everywhere. പരാജയങ്ങൾ സംഭവിക്കപ്പെടാൻ തുടങ്ങി. Failure started to happen. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ It comes to chapter 16. ദൈവഹിതമല്ലാത്ത സ്ഥലത്തേക്ക് ശിംശോൻ പോകാൻ തുടങ്ങി. And Samson was led to places which was to be avoided by the Lord. ഓ ചേർന്ന് രാമേൻ പറഞ്ഞാട്ടെ. Hallelujah. ഹല്ലേലൂയ. ദൈവഹിതമല്ലാത്ത പ്രവർത്തികൾ ഏർപ്പെടാൻ തുടങ്ങി. And he went into wrong things. അവന്റെ ജഡം അവനെ പല റൂട്ടുകളിലേക്ക് കൊണ്ടുപോയി, And his flesh led him to the wrong way. തെറ്റായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. Led him to the wrong places. എന്നാൽ അവിടെയും പല പ്രാവശ്യം ദൈവത്തിന്റെ ചാൻസ്, ദൈവത്തിന്റെ കൃപ അവനെ വിട്ടുമാറാതെ വീണ്ടും അവസരങ്ങൾ കൊടുത്തു. But there also the Lord's grace was on him and giving me opportunity. അവസരങ്ങൾ കൊടുക്കും തോറും അത് വീണ്ടും മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. And the more he got opportunities, the more he misused it. ഓ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Raise your hands and praise the Lord. ഒന്ന് കരമുയർത്തി പറഞ്ഞ്, ദൈവം തരുന്ന ഓരോ അവസരവും പിതാവെ ഞാൻ മിസ്യൂസ് ചെയ്യത്തില്ല, ഞാനത് യൂസ് ചെയ്യാൻ പോവാ. Raise your hands and say that God the Father gives any opportunity that my Father gives, I will not misuse it, I will use it. അത് ശബ്ദമുയർത്തി പറഞ്ഞിട്ട് ഞാൻ ആ അവസരങ്ങളെ യൂസ് ചെയ്യാൻ പോവുകയാണ്. Raise your hands and shout and say that I will use the opportunity. എനിക്ക് അടുത്ത ഏറെ ഒത്തിരി പ്രസംഗിക്കാനുണ്ട്. I would like to preach more. പക്ഷെ ചില സമയങ്ങളും ദൈവസ്ഥനിൽ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഈ സമയം But for some time I need to surrender and pray. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. Those of you who can stand and pray. ശബല ഹാൽക്കന റിഗദല ശന്തലമന പ്രമാർത്ഥേനി. ചിലരെ എന്തൊക്കെയോ ചില ഈ എൻഡിൽ നിന്ന് ദൈവത്തിന്റെ ആത്മ വീണ്ടും ഒരു ലൈഫിലേക്ക് ഇന്ന് രാത്രി തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. Tonight the Lord is turning around some people from the ends of something. ഖാമാന ശൽക്കന റിഗദല ജുഡബല ലഗശന്തല മനാർത്ഥേനി. ഒന്ന് അന്യഭാഷ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? Let's pray to the Lord in tongues. ഡിസിഷനുകൾ ജഡത്തിൻ്റെതായി പോകരുത് എന്ന് പ്രാർത്ഥിച്ചാട്ടെ. Pray that the decisions of your life should not be in the flesh. അതെന്റെ ആഗ്രഹത്തിലുള്ളതാകരുതേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. Say that it should not be as for my desire. ഈ ഒരൊറ്റ സമർപ്പണം മതി, ഈ ഒറ്റ പ്രാർത്ഥന മതി. That one submission is only required. തീരുമാനങ്ങൾ എൻ്റെ ദൈവത്തിൽ നിന്നുള്ളത് മാത്രം എൻ്റെ മേൽ മതി എന്ന് ഒരു മിനിറ്റ് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. Keep on repeating and saying and submitting. ഞാൻ വീട്ടിൽ പറയാം, ഒരു ഏരിയയെ കുറിച്ച് പറഞ്ഞെങ്കിലും ആ ഏരിയയിൽ മാത്രമല്ല സകല ഏരിയകളും ഇന്ന് രാത്രി ദൂത് ചലിക്കുക. പറഞ്ഞ് സമർപ്പിച്ചാട്ട് എൻ്റെ തീരുമാനമാകരുത്, എൻ്റെ വഴി മുഴുവൻ ദൈവത്തിന്റെ പദ്ധതിയാകട്ടെ എന്ന് പറഞ്ഞാണ്. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഹോളി സ്പിരിറ്റ്. ഭർത്താവിൽ നിന്ന് രഹസ്യമെടുത്ത് നാട്ടുകാർക്ക് വിളമ്പിയവൾക്ക് വന്ന അനർത്ഥമാണ് നമ്മൾ ഇവിടെ കേട്ടത്. അവളെ ദൈവസന്നിധിയിൽ മാത്രമേ വെക്കാമായിരുന്നുള്ളൂ. എന്നാൽ അടുത്തത് ആ അവിശ്വസ്തതയുടെ വേദന ഉണ്ടായിരുന്നിട്ടും ദൈവവഴി വിട്ട് മാറിപ്പോകാതെ ദൈവത്തിന്റെ വഴിയിൽ ആത്മാവിൽ തന്നെ തുടർന്നിരുന്നു എങ്കിൽ ശിംശോന്റെ എൻഡ്
ഒരു വലിയ അധപ്പതനത്തിലായിരിക്കത്തില്ലായിരുന്നു. then the end of Samson would not have entered in disaster. എന്നാൽ അവിടെ നിന്നുകൊണ്ട് But from there, ജഡീകമായ തലങ്ങളിലേക്ക് ശിംശോൻ മൂവ് ചെയ്തു. Samson moved into areas of the flesh, ഓ കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ. praising the Lord. അടുത്ത് വീണ്ടും ഒരു ദലീലയുടെ അടുത്തേക്ക് പോവുകയാണ്. He goes to Delilah, അവന്റെ ഉള്ളിലുള്ള സകല രഹസ്യങ്ങളും അവൾ ചോർത്തിയെടുക്കുകയാണ്. and all the secrets of his heart she's taken. ഓ ശതമുയർത്തി കർത്താവിനെ സ്തുതിക്ക്. Raise your voice and praise him. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ആരാധന കൊടുക്ക. Raise your voice and praise him. റബദല ചുടമനലക ശക്തി ലിഗന്ധല പ്രമാർത്ഥേനി ശബല ദുരലക ശിയ ഹന്തൽമന പ്രഭുട. ആത്മാവ് കൊണ്ടുപോകുന്നിടത്തോട്ട് നീ പോകണം. You need to know where the Spirit leads you. എന്നാൽ നീ പോകുന്ന എല്ലായിടത്തോട്ടും ആത്മാവ് വരത്തില്ല. Wherever you go, the Spirit will ഓ റമശിയാൽ ഖറബശന്തല ബബബബബ. അവിടെ ഒന്നും ഒരു സുരക്ഷിതത്വം വരത്തില്ല. അവിടെ എല്ലാ ഇടർച്ചകളും പ്രശ്നങ്ങളും ആയിരിക്കും. ഓ സ്വോത്ര സ്വോത്ര സ്വോത്ര. ആത്മാവ് കൊണ്ടുപോകുന്നിടത്തോട്ട് നീ പോയാൽ അവിടെ ആരും നിന്നെ പിടിച്ചു കെട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു കേടും വരുത്താതെ ആത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും. ഓ ചേർന്ന് രാമയം പറഞ്ഞാട്ടെ. ഒരു മനുഷ്യൻ എത്രത്തോളം അധംപതിക്കാൻ പറ്റുമോ അത്രത്തോളം താഴ്ചയിലേക്ക് അധപ്പതനത്തിലേക്ക് ഒരാൾ പോവുകയാണ്. അതിന്റെ 16-21 വാക്യം വളരെ സങ്കടകരമാണ്. അവൻ കാരാഗൃഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. കാരാഗൃഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. 16 അധ്യായം 21 വാക്യത്തിനകത്തുണ്ട്. അവൻ കാരാഗൃഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. ഒന്ന് ചിന്തിക്കണേ, എങ്ങനെ നടക്കേണ്ട ആളാ, എങ്ങനെ ജീവിക്കേണ്ട ആളാ. ഓ സ്വോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ശതമുയർത്തി ഹല്ലേലൂയ. രാജകീയ മഹത്വത്തിൽ നിന്നയാളല്ലേ. രാജാവായി ന്യായപാലനം നടത്തിയ ആളല്ലേ. എങ്ങനെ നടന്ന ഒരു കാലഘട്ടത്തിൽ ആത്മാവിന്റെ വലിയ ശക്തിയിൽ നടന്നാലേ. ആർക്കെങ്കിലും പരാജയപ്പെടുത്താൻ പറ്റുമായിരുന്നോ? നീ ഒറ്റയ്ക്കായിരുന്നപ്പോഴും ആയിരങ്ങളെതിരെ വന്നപ്പോഴും തൊടാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെ ശിംശോനെ നീ ഒരു കാരാഗൃഹത്തിൽ മാവ് പൊടിച്ചോണ്ടിരിക്കുക. ആ കാലഘട്ടത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ശിക്ഷയായത് ഉന്നതമായ പൊസിഷനുകളിൽ നിന്നവർക്ക് അല്ലെങ്കിൽ വലിയ പദവികളിൽ നിന്നവർക്ക് ഒരു പ്രശ്നം പറ്റി ബന്ധിക്കപ്പെടുമ്പോൾ കാരാഗൃഹത്തിൽ കൊടുക്കുന്ന ഒരു വലിയ ശിക്ഷയായത്. കാരാഗൃഹത്തിൽ മാവ് പൊടിച്ചോണ്ടിരിക്കുക. ഒന്ന് പറഞ്ഞ ശിംശോൻ, ഇത് ദൈവത്തിന്റെ വഴിയല്ല, ഇത് പിശാച് നിന്നെ ഇട്ടതല്ല, ഇത് നീ തിരഞ്ഞെടുത്ത വഴിയാണ്. അല്ലാതെ ഒരിക്കലും നീ അവിടെ എത്തത്തില്ല. നിനക്ക് നീ ഒരിക്കലും എത്തിപ്പെടാത്ത സ്ഥലത്ത് ഇപ്പൊ നീ നിൽക്കുന്നേ. കരം ഉയർത്തി എന്റെ കർത്താവിനെ സ്തുതിക്ക്. ആരാധന ആരാധന ആരാധന. ഇന്ന് രാത്രി അവിടെ കൊണ്ട് ദൂത് തീരുന്നില്ല. 22 വാക്യത്തിൽ അവന്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി. ഓ മാവ് പൊടിച്ചുകൊണ്ടിരിക്കുമ്പോ മനസാന്തരം ചലിക്കാൻ തുടങ്ങി. ഓ റബല ഹടകബ ശന്തൽ, അകത്തൊരാഗ്രഹം ചലിക്കാൻ തുടങ്ങി.
എനിക്ക് മടങ്ങി വരണം. I want to come back. എനിക്ക് ദൈവശക്തിയിലേക്ക് മടങ്ങി വരണം. ഓ ഹല്ലേലൂയ, ഓ ജീസസ്. രണ്ട് കാര്യം കൊണ്ട് ഒരു മനുഷ്യന് പരാജയം സംഭവിക്കത്തുള്ളൂ. Only with two things a person can fail. ഒന്ന് ദൈവത്തിൽ നിന്ന് അകലുമ്പോ, One, when he moves away from God. രണ്ട് ദൈവത്തിന് നിന്റെ കൂടെ നടക്കാൻ പറ്റാത്ത ഏരിയകളിൽ നീ പോകുമ്പോ. The second is when you walk in the ways where God cannot come along with you. സ്വോത്രം സ്വോത്രം സ്വോത്രം, ശക്തിയോടെ സ്വോത്രം ചെയ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ദൈവം ഒരിക്കലും മാറിപ്പോകത്തില്ല, മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല. God does not move away from you. It doesn't decide to go away. പക്ഷെ എല്ലാ വഴികളിലും നിന്റെ കൂടെ ദൈവത്തിന് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. But in all your ways, He cannot come near you. ഒരൊറ്റ വഴിയേ ഉള്ളൂ. There's only one way. ദൈവത്തിന്റെ വഴി എനിക്ക് പോയാ മതി. Come back to the way of the Lord. ദൈവം കൊണ്ടുപോകുന്ന വഴി എനിക്ക് പോയാ മതി. The way the Lord is taking. ദൈവം ആഗ്രഹിക്കാത്ത ഒരു വഴി എനിക്ക് വേണ്ട. ഇവിടെ ഇത്രേ ഉറപ്പുള്ള, ഇത്രയും പ്രൊട്ടക്ഷൻ ഉള്ള വേറെ ഏത് വഴിയുണ്ട് ഈ ഉലകത്തിൽ? അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കാൻ ശക്തിയോട് ശതമിരത്തി അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്ക്. ആമേൻ, ഹല്ലേലൂയ. 16:20 വാക്യത്തിലുണ്ട്, യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞ് ഒഴിഞ്ഞു കളയെന്ന് വിചാരിച്ചു. And he said, I will go out as at other times before and shake myself. യഹോവ തന്നെ വിട്ടുമാറിയെന്ന്. That Lord has departed from him. എന്താ കാര്യം? What's the reason? കൂടെ നടക്കണമെന്ന ആഗ്രഹം. The desire is to walk with him. പക്ഷെ ഇപ്പോൾ നീ നിൽക്കുന്ന സ്ഥലത്ത് പിതാവിനെ നിൽക്കാൻ പറ്റത്തില്ല. But the place that you're standing now, Father God can stand with you. ഓ ജീസസ്. കർത്താവിനെ ശക്തിയോടെ സ്തുതിക്കുക. You praise him. കരങ്ങൾ ഉയർത്തി പിതാവിന്റെ സന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്യും. Raise your hands and praise him. ലബമ ശുഡല ഹടകമന ശന്തല ബബബബബബ. ദൈവാത്മാവ് ചിലരോട് കൃത്യമായിട്ട് സംസാരിക്കുകയാണ്. The Holy Spirit is speaking to some people. ഇപ്പോൾ നിന്റെ ചില ചിന്തകളോട് കൂട്ടുനിൽക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. The Lord cannot stand with some of the thoughts that you have now. ഇപ്പോൾ നീ നിൽക്കുന്ന സ്ഥലത്തിൽ നിന്റെ കൂടെ നിൽക്കാൻ ദൈവത്തിന് പറ്റത്തില്ല. God cannot stand with you in the place that you're standing in. നിന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, It's not because he doesn't love you. നിന്നോട് കരുതലില്ലാത്തത് കൊണ്ടല്ല, It's not because he doesn't care for you. പക്ഷെ അവൻ എല്ലായിടത്തും വസിക്കുന്ന ദൈവമല്ല. But he's not a നിന്റെ പല ആഗ്രഹങ്ങളുമാണ് നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോയത്. നിന്റേത് മാത്രമായ പല തീരുമാനങ്ങളുമാണ് നിന്നെ ഒരു പരാജയത്തിലേക്ക് കൊണ്ടുപോയത്. അവിടെ നീ സാഹചര്യങ്ങൾ ന്യായത്തിനു വേണ്ടി സാഹചര്യങ്ങളെ പൊക്കിക്കൊണ്ടുവന്നു. ഓ ജീസസ്. ചില കാര്യങ്ങൾക്ക് ദൈവസമയത്തിന് വേണ്ടി നീ വെയിറ്റ് ചെയ്തോ? ദൈവം പ്രവർത്തിക്കട്ടെ, എനിക്ക് എന്റെ തീരുമാനം വേണ്ട, എന്റെ വഴി വേണ്ട എന്ന് നീ പറഞ്ഞ് കാത്തിരുന്നോ? നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെ തിരിച്ചു തരാൻ പറ്റത്തില്ലേ എന്റെ ദൈവത്തിന്? ഇനി അഥവാ തിരിച്ചു കിട്ടിയില്ലെങ്കിലും എനിക്ക് ദൈവത്തിന്റെ ഹിതത്തിൽ ഞാൻ നിൽക്കുന്നല്ലോ, അതിൽ ജീവിക്കുന്നല്ലോ എന്ന് നിനക്ക് ഹൃദയം തുറന്ന് പറയാൻ പറ്റുമല്ലോ.
Habamamashiyam dhalaramaserere. Jigala judamanakshiyam dhalarabakoriyam dalababababa. Hallelujah. Oh, Aradhana. 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 അവന്റെ മുടി വീണ്ടും വളർന്നു തുടങ്ങി. And his hair started growing again. വീഴാൻ കാരണം The reason he fell, ദൈവം ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞത്, what God said never do, ഒരു വ്രതാനുഷ്ഠാനം പോലെ കൊണ്ടു നടന്നത്, what he had to take up as a Nazarite, ക്ഷൗരക്കത്തി തൊടരുത് എന്ന് പറഞ്ഞത്, what said that the knife should not touch his hair, അത് ലംഘിക്കപ്പെട്ടു. he did not do that. ഓ സ്വത്രം ചെയ്താട്ടെ. Praise the Lord. ഓ ജീസസ് ഹല്ലേലൂയ. സംഭവിച്ചു. It happened, പക്ഷെ മുടി വീണ്ടും വളരാൻ തുടങ്ങി. but the hair started growing again. അത് പിന്തിരിയുന്നതിനെയാ കാണിക്കുന്നത്. It shows that it's turning around. അത് മാനസാന്തരത്തെയാണ് കാണിക്കുന്നത്. It shows repentance. ഓ ഹല്ലേലൂയ. പിതാവേ, ഒരു പ്രാവശ്യം കൂടി ഈ മുടി വളർന്നാൽ, Father, if the hair grows one more ഒരു ചാൻസ് കൂടെ തന്നാൽ, ഇനി ഒരുത്തനെ ഇത് ക്ഷൗരം ചെയ്യാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഓ, കരം ഉയർത്തിയോ കരം അടിച്ചോ, എന്റെ പിതാവിനെ ഒന്ന് സ്തുതിക്ക്. യേശുവേ, 2025 എനിക്കൊരു ചാൻസ് ഇതാ, എനിക്കൊരു ചാൻസ് ഇതാ. ഓ, നീ ചെയ്യണ്ട എന്ന് പറഞ്ഞത് എന്റെ മേൽ സംഭവിക്കപ്പെട്ടു പോയി. what he said I should not do, it happened to me. ഞാൻ ചെയ്യരുതാത്തത് ചെയ്തു പോയി, പറയണ്ടാത്തത് പറഞ്ഞു പോയി, പോകാൻ പാടില്ലാത്തടത്ത് പോയി പോയി, ചെയ്യാൻ പറ്റാത്തത് ചെയ്തു പോയി. ഓ, ഞാൻ ഈ പൊടി മാവ് പൊടിച്ചോണ്ട് ഏതോ കാരാഗ്രഹത്തിൽ ഇരിക്കേണ്ട ആളായിരുന്നില്ലല്ലോ. I was not a person who should be sitting grinding in the prison house. ഹബന ഹൽമറ ശന്തല റിഗ ബബ 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 ചുട ബബ 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 ബബ. മുടി വീണ്ടും വളരാൻ തുടങ്ങി. His hair started growing again. ഓ ജീസസ്. എവിടെയോ മാറിപ്പോയ ആത്മശക്തി വീണ്ടും മടങ്ങി വരാൻ തുടങ്ങി. The power which had left him came back on. ഓ, മൗനമായി ഇരിക്കല്ലേ, കർത്താവിനെ സ്തുതിക്കണേ. Just say quietly, keep worshiping. ഓ റഹൽമാ ശാഖാതല റബ ബബ ബബ. നീ ഇതുപോലെ ജയം എടുത്തിട്ടില്ലാത്തതുപോലെ അധികം ജയം നീ കാണാൻ പോവുകയാണ്. ഓ, കരമടിച്ച് കർത്താവിനെ ശക്തിയോടെ സ്തുതിക്ക. പോരാ പോരാ പോരാ, നന്നായി കരമടിച്ച്. പോരാ, നന്നായി കരമടിച്ചു ദൈവത്തെ സ്തുതിക്ക്. നീ ഇന്നലെ വരെ ഒരുപാട് വൈരികളെ ശത്രുക്കളെ പരാജയപ്പെടുത്തി, പക്ഷെ അതിനുമൊക്കെ ആയിരക്കണക്കിന് മടങ്ങ് വീണ്ടും ജയിക്കാനായി കർത്താവിനെ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. ഓ, ആരാധന ആരാധന. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്ക്. ശബമമന ഹന്ദരബോഷേ യേശുവിനാരാധന. ഓ രേഖേല ഭോ ശദല ബബ ബബ. യേശുവിനാരാധന. ശബ്ദമുയർത്തി ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഈ ദൈവത്തിന്റെ കൂടെ ജീവിച്ചാൽ, if you live with this God, ഈ ദൈവത്തോട് മാത്രം ചേർന്ന് നടന്നാൽ, if you walk alongside this God, ഈ ദൈവത്തെ അതുപോലെ അനുസരിച്ച് നടന്നാൽ, you obey this God and walk, ഉള്ളിൽ വേറെ ചിന്തയൊന്നുമില്ല, then in your heart there is no other thought, ഒരു കപടതയില്ല, and there is no other sin, വേറെ ഒരു മോഹമില്ല. there is no other face, എൻ്റെ കർത്താവ്, only God, എൻ്റെ കർത്താവിന്റെ വഴി, എൻ്റെ കർത്താവിന്റെ ഹിതം. the Messiah of the ഓ ഹല്ലേലൂയ. ഇതുണ്ടോ? This is there. പരാജയം എന്നത് നോക്കാൻ പോലും അനുവദിക്കത്തില്ല എൻ്റെ ദൈവം. He will let you not even look at you. കരമടിക്ക്, കരമടിക്ക്, ദൈവത്തെ സ്തുതിക്ക്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ തെരഞ്ഞെടുക്കാതെ പരാജയം നിന്റെ മേൽ വരത്തില്ല. ദൈവം നിന്നെ പരാജയത്തിൽ കൊണ്ടുപോകത്തില്ല. പിശാചിന് നിന്നെ ബലാത്കാരം ചെയ്ത് നിന്നെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ഓ ഹല്ലേലൂയ. 2025 come on, വിളിച്ചു പറ, യേശുവേ എനിക്കൊരു ചാൻസ്, എൻ്റെ പിതാവേ എനിക്കൊരു ചാൻസ്. കർത്താവ് നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഓ യേശുവിനെ നിന്നെ വിട്ടുകളയാൻ പറ്റത്തില്ല. നീ ഇതുവരെ അനുഭവിച്ചതിലും അപ്പുറമായ ദൈവശക്തി നീ വീണ്ടും അനുഭവിക്കും. ഇതുവരെ അനുഭവിച്ചതിലും അപ്പുറം അഭിഷേകം നീ വീണ്ടും അനുഭവിക്കും. ഓ എനിക്ക് എന്റെ വഴി വേണ്ട, എനിക്ക് എന്റെ റൂട്ട് വേണ്ട, എനിക്ക് എന്റെ ഹിതം വേണ്ട, എനിക്ക് പിതാവിന്റെ വഴി മതി. ഓ ഫലമടിക്ക്, ദൈവത്തെ സ്തുതിക്ക്, ആത്മാവിൽ നിറഞ്ഞ കർത്താവിനെ സ്തുതിക്ക്. Kabadala rigamala judaba baba shekeni lakchatuna laga shamdala judaba laga shamdala bauda. നീ ആർക്കെങ്കിലും തോന്നിയതുപോലെ ഇട്ട് തട്ടിക്കളിക്കാനുള്ള ആളല്ല നീ. ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു സംഭവത്തിന് വശീകരിക്കാനേ ഉള്ളൂ എന്ന് പറയേണ്ട ആളല്ല നീ. ഓ ഞാൻ ആളല്ല, ഞാൻ എന്റെ പിതാവിന്റെ മകനാ. എന്റെ മേലെ അഭിഷേകമുണ്ട്, എന്റെ മേലെ ആത്മാവിന്റെ ശക്തിയുണ്ട്. സ്തുതിക്ക്, സ്തുതിക്ക്, കർത്താവിനെ സ്തുതിക്ക്. കരമെടുത്ത് വിളിച്ചു പറ, ഒരു ദലീലമാരുടെ അറ്റ്മോസ്ഫിയറുകൾക്കും താലോലിക്കാൻ എന്നെ കിട്ടത്തിൽ. അങ്ങനെ കിട്ടുന്ന ആളല്ല ഞാനെന്ന് പറ. പോയാൽ വീഴ്ചയാണ്, പോയാൽ പരാജയമാണ്, ഓ പോയാൽ നഷ്ടമാണ്. അതിന് ഉത്തരവാദി ദൈവമല്ല, അതിന് ഉത്തരവാദി പിശാചല്ല, അതിന് ഉത്തരവാദി നീ മാത്രമാണ്. നീ അങ്ങനെ പോയി ചെറുതാകേണ്ട ആളല്ല. നീ ഇസ്രായേലിന് 20 വർഷം ന്യായപാലനം ചെയ്തയാളാ നീ. ദൈവത്തിന്റെ ആത്മാവാ നിന്റെ മേൽ വസിക്കുന്നത്. ഓ നീ ജീവനുള്ള ദൈവത്തിന്റെ വകയാ നീ. അവിടെ ഇവിടെയും പോയി ചെറുതാകേണ്ട ആളല്ല നീ. ഓ ഭാരമടിച്ച് ദൈവത്തെ സ്തുതിക്കൂ.
പോരാ പോരാ പോരാ. കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക്. കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക്. കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ശബദല ജുഡബല രഗശകദല ജുഡബല രഗ ശംദല ബൗള റബമാ കറ്റല റബോഷിയം ഫല റബബബബബബബ. കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ചിലർ ചില ദലീലമാർക്ക് കൈക്കൂലി കൊടുത്തിട്ട് പോയി അവനെ പോയി അപഹരിക്കുക എന്ന് പറയും.